കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ട് വാക്കുകൾ, രണ്ട് ചിന്തകൾ ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒന്ന്, തീയതിന് വെറുക്കണം, നല്ലതിനോട് പറ്റിക്കൊള്ളണം. രണ്ട്, നിന്റെ സ്നേഹം നിർവ്യാജമായിരിക്കണം. ഈ രണ്ട് ചിന്തകളും ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. സ്നേഹം നിർവ്യാജമാകുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ത്യാഗപൂർണമായ അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സ്നേഹം, അല്ലെ? ഈ ഭാഗത്ത് കാണിക്കുന്ന സ്നേഹം എന്ന വാക്കിനെ അതിന്റെ മൂലഭാഷയിൽ അഗാപ്പെ എന്നൊരു പ്രയോഗത്തെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അർത്ഥം അൺകണ്ടീഷണൽ ലവ്, ജീവനെ കൊടുത്തുള്ള സ്നേഹം. മനുഷ്യന് നൽകാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്നതുമായ ഒന്നാണ് അഗാപ്പെ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യന് അതുപോലെ യേശുവിനെ പോലെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ മനുഷ്യനൊരു കാര്യം, സ്നേഹത്തിൽ നാട്യങ്ങളില്ലാതെ, അഥവാ കപടതയില്ലാതെ, സ്തോത്രം, ഇപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നതെന്ന് പറയുകയും അവനെ ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കാണുമ്പോൾ കൈ കൊടുക്കുന്നു, കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്നു, കാണുമ്പോൾ തമാശ പറയുന്നു, ചിരിക്കുന്നു, തോളിൽ കൈയിട്ട് മുന്നോട്ട് പോകുന്നു. ഹൃദയത്തിൽ സ്തോത്രം അവനെ കുറിച്ച് എതിര് പറയുകയും ദുഷ്ടചിന്തയോടെ ഇരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സ്നേഹത്തിന് നിർവ്യാജമാണ്. സ്തോത്രം. അപ്പം അത് അങ്ങനത്തെ സ്നേഹം ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മേഖലയുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പൊ ശ്രദ്ധിക്കണം, വാക്കുകൊണ്ടും അല്ല, സ്തോത്രമല്ലേലൂയ, നാവ് കൊണ്ടും മാത്രമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, പകരം പ്രവൃത്തിയിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ അർത്ഥം അത് സ്തോത്രം, പ്രവൃത്തിയിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ലവ്, അതാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുക. അതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. അതാണ് നിർവ്യാജ സ്നേഹം. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, അതിനകത്ത് എന്ത് ചെയ്യരുത്, വ്യാജം കാണിക്കരുത്. ആമോസ് എഴുതിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുവിൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൻ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. ശ്രദ്ധിക്കുന്നു ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവകരുണയോടെ നിർവ്യാജ സ്നേഹത്തോടുകൂടെ ദൈവകൃപയ്ക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായ നമ്മുടെ പ്രവൃത്തികളെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.